പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ ചരിത്രത്തിലെ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു കവിത പഠിക്കാൻ പോകുന്നു. 1912 ഏപ്രിൽ 14-ന് 2100 യാത്രക്കാരുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയ ടൈറ്റാനിക്കിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ദുരന്തം മനുഷ്യന്റെ ധീരതയുടെയും ത്യാഗത്തിന്റെയും ചില മികച്ച പ്രവൃത്തികൾ ലോകത്തിന് കാണിച്ചുതന്നു. ബെഞ്ചമിൻ പെക്ക് കീത്ത് എഴുതിയ ദ റെക്ക് ഓഫ് ദി ടൈറ്റാനിക് എന്ന കവിതയിലൂടെ നമുക്ക് ആ സംഭവങ്ങളെ അടുത്തറിയാം. കവിതയുടെ തുടക്കം നോക്കാം. ടൈറ്റാനിക് അതിന്റെ ആദ്യ യാത്രയ്ക്കായി സതാംപ്ടണിൽ നിന്ന് പുറപ്പെട്ടു. അന്ന് നിലവിലുണ്ടായിരുന്ന കപ്പലുകളിൽ വെച്ച് ഏറ്റവും വലുതും മനോഹരവുമായിരുന്നു അത്. കപ്പലിലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങൾ സുരക്ഷിതരാണെന്ന് തോന്നിയിരുന്നു. കപ്പൽ യാത്ര തുടർന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് മഞ്ഞുമലയുടെ ഭീമാകാരമായ രൂപം പ്രത്യക്ഷപ്പെട്ടു. ടൈറ്റാനിക് അതിലിടിക്കുകയും കപ്പലിന്റെ മുൻഭാഗം മുതൽ പിൻഭാഗം വരെ ഒരു വിറയൽ അനുഭവപ്പെടുകയും ചെയ്തു. എല്ലാവരും വേഗത്തിൽ കപ്പൽ മുങ്ങുകയാണെന്ന് മനസ്സിലാക്കി. കപ്പൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ ധീരനായ ക്യാപ്റ്റൻ സ്മിത്ത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. പകരം നിങ്ങളുടെ രാജ്യത്തെ ഓർക്കുക, ബ്രിട്ടീഷുകാരാവുക, സത്യസന്ധരാവുക എന്ന് അദ്ദേഹം തന്റെ ജോലിക്കാരോട് ആക്രോശിച്ചു. അപ്പോൾ ജീവനക്കാർ സ്ത്രീകളും കുട്ടികളും ആദ്യം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും അതനുസരിച്ചു. ടൈറ്റാനിക് കടലിനടിയിലേക്ക് താഴുമ്പോൾ കപ്പലിലെ സംഗീതജ്ഞർ നിയറർ മൈ ഗോഡ് ടു തീ എന്ന ഗാനം വായിച്ചു. ഈ കവിത ടൈറ്റാനിക്കിലെ ആളുകളുടെ ധീരതയെ മറ്റു ചില ധീരമായ പോരാട്ടങ്ങളോട് താരതമ്യം ചെയ്യുന്നു. ഏതൊക്കെയാണെന്നറിയാമോ? അത് ട്രഫാൽഗർ യുദ്ധം, അലാമോ യുദ്ധം, വാട്ടർലൂ യുദ്ധം, ലൈറ്റ് ബ്രിഗേഡിന്റെ ആക്രമണം എന്നിവയാണ്. മിസിസിപ്പി നദിയിലെ ഒരു ബോട്ടായ പ്രയറി ബെല്ലിലെ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ ജിം ബ്ലഡ്സോ എന്ന എഞ്ചിനീയറെക്കുറിച്ചും കവിതയിൽ പറയുന്നുണ്ട്. ബെഞ്ചമിൻ പെക്ക് കീത്ത് എന്ന അമേരിക്കൻ കവിയാണ് ഈ കവിത എഴുതിയത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതകളിൽ ഒന്നാണിത്.